നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇത്തവണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യഘട്ട പ്രവചനം പുറത്തുവരുന്നത്. ഈ ആദ്യഘട്ട പ്രവചനം പുറത്തു വന്ന ദിവസം മുതൽ തന്നെ എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് ജൂൺ മാസമൊക്കെ തന്നെ നമുക്കറിയാം സ്കൂൾ തുറക്കുന്ന മാസമാണ്. സാധാരണഗതിയിലൊക്കെ തന്നെ എല്ലാ സ്കൂൾ തുറക്കുന്ന ജൂൺ മാസങ്ങളിലും കാലവർഷം അപ്പോൾ തന്നെയാണ് ആരംഭിക്കുന്നത്. സ്കൂൾ തുറക്കുന്ന ആ ദിവസം ഒക്കെ തന്നെ പുതിയ കുടയും വടിയും ഒക്കെയായി സ്കൂൾ ബാഗും പുതിയ യൂണിഫോം ഒക്കെയായി പോകുമ്പോൾ മഴ പെയ്യുന്ന ഒരു സാഹചര്യം അതൊക്കെ തന്നെയാണ് എല്ലാവരും ഇത്രയും നാളും കണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ്. എന്നാൽ ഇത്രയും നാളും കിട്ടിയതിനാൽ കൂടുതൽ മഴ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2012.6 മില്ലിമീറ്റർ മഴയാണ് സാധാരണയായി ഈ സീസണിൽ കേരളത്തിൽ ലഭിക്കേണ്ടത്. കഴിഞ്ഞ വർഷം 1748 മില്ലിമീറ്റർ മഴ, അതായത് 13% കുറവ് മാത്രമായിരുന്നു ലഭിച്ചത്. തമിഴ്നാട്, ലഡാക്ക്, വടക്ക് കിഴക്ക് ഇന്ത്യ ഒഴികെ രാജ്യത്ത് പൊതുവെ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് സൂചന. പൊതുവിൽ പസഫിക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള സിഗ്നലുകൾ ഇത്തവണ കാലവർഷത്തിന് അനുകൂല സൂചനകൾ നൽകുന്നുണ്ട്. മഴയുടെ തീവ്രത വർദ്ധിക്കുമെന്ന പഠനം പറയുകയാണ്. സൂര്യനിൽ നിന്നുള്ള സൗരവാതകങ്ങളുടെയും ഊർജ പ്രവാഹത്തിന്റെയും ഏറ്റക്കുറച്ചിലുകൾ മുതൽ ദീർഘകാല കാലാവസ്ഥയിലെ ആവർത്തനാത്മക സ്വഭാവം വരെ മൺസൂണിനെ ബാധിക്കുന്നതായി കേന്ദ്ര സർവകലാശാല ഗവേഷകർ കണ്ടെത്തിയിരുന്നു. 2018 കനത്ത മഴയും വയനാട്ടിലെയും കുടകിലെയും ഉരുൾപൊട്ടലുകളും മഴയിലെ ഈ ദീർഘകാല വർധനവിന്റെ ഭാഗമാകാം എന്ന നിർണായക വാദവും ഗവേഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വരും വർഷങ്ങളിലും മഴയുടെ തീവ്രതയിൽ വർധന പ്രതീക്ഷിക്കാമെന്നും ഈ പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ കരുതൽ നടപടികൾ ആവശ്യമാണെന്നും പഠനം വ്യക്തമാക്കുന്നു. മൺസൂൺ യഥാർത്ഥത്തിൽ ശരിക്കും മഴയല്ല, മഴ കൊണ്ടുവരുന്ന കാറ്റാണ്. ലോകത്ത് ഇവിടെ മാത്രമല്ല മൺസൂൺ ഉള്ളത്, എങ്കിലും ഇവിടുത്തെ മൺസൂൺ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ മാസം അല്ലെങ്കിൽ ഈ മൗസം എന്ന് ഈ കാറ്റിന് പേരിട്ടത് അറബികളാണ്. പിന്നീട് അത് ഇംഗ്ലീഷിലെത്തിയപ്പോൾ മൺസൂണായി മാറുകയായിരുന്നു. ഇന്ത്യയിൽ കൃഷി കാലവർഷക്കാറ്റിനെ അടിസ്ഥാനമാക്കിയാണുള്ളത്. സത്യത്തിൽ മൺസൂൺ സീസണിൽ ഉൾപ്പെടുന്നതാണ് കാലവർഷവും തുലാവർഷവും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷത്തിന് വടക്ക് കിഴക്കൻ മൺസൂൺ തുലാവർഷത്തിനും കാരണമാകുന്നു. 1.5 മാസത്തിനുള്ളിൽ തുടക്കമിടേണ്ട ഈ വർഷത്തെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശരാശരിയിലും അധികമായിരിക്കുമെന്ന് ഇന്ത്യ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. എൽ നിനോ ഇല്ലാത്തതിനാൽ മികച്ച മൺസൂണിന് സാധ്യതയുണ്ട് എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്ര മേധാവി പറയുകയാണ്. പതിവിലും മഴ കൂടിയിരിക്കാനുള്ള സാധ്യത 59% വരെ ആണ് എന്ന് ഡോക്ടർ മഹാപത്ര പറയുമ്പോൾ 105% വരെ മഴ ലഭിച്ചേക്കാം എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതിൽ തന്നെ 5% കുറഞ്ഞേക്കാം എന്നും പറയുന്നു. തമിഴ്നാടും വടക്ക് കിഴക്കൻ ഇന്ത്യയും ഒഴികെ രാജ്യം മുഴുവൻ ശരാശരിയിലും അധികം മഴ ലഭിക്കാനാണ് സാധ്യത. IMD പുറത്തുവിട്ട സാധ്യതാ ഭൂപട പ്രകാരം കേരളത്തിൽ 10 മുതൽ 20% വരെ അധിക മഴയ്ക്കും സാധ്യതയാണ് എന്നാണ് പ്രവചനത്തിൽ കാണുന്നത്. എന്നാൽ കേരളത്തെക്കാൾ അധിക മഴ മധ്യ ഇന്ത്യയിൽ ലഭിക്കാനാണ് സാധ്യത ഉള്ളത്. മെയ് അവസാനം വരെയും ഇത് സംബന്ധിച്ച കുറച്ചുകൂടി കൃത്യമായ പ്രവചനം നൽകും. കഴിഞ്ഞ 5 വർഷത്തെ പ്രവചനവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അത്തരം കേവലം 2.27% മാത്രമാണ് ഈ അന്തരം ഉള്ളത്. പ്രവചനം അത്രയ്ക്ക് കൃത്യമായിരുന്നു എന്നാണ് രവിചന്ദ്രൻ പറയുന്നത്. ഡൈനാമിക്കൽ മാതൃക അനുസരിച്ചാണ് പ്രവചനം തയ്യാറാക്കിയിരിക്കുന്നത്. രാജ്യമെങ്ങും മികച്ച മഴ ലഭിക്കുന്ന വർഷങ്ങളിൽ തമിഴ്നാട്ടിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ കുറയുന്ന രീതി നിരീക്ഷിച്ചു വരാറുണ്ട് എന്ന് ഡോക്ടർ മഹാപത്ര പറയുകയാണ്. മെയിലെ പ്രവചനത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും മഴ സാധ്യത കൃത്യമായി തന്നെ പറയാനും കഴിയും. അഖിലേന്ത്യാ തല സാധ്യത മാത്രമാണ് ഇപ്പോഴുള്ളത്. മൺസൂണിന്റെ പ്രകടനത്തെ സ്വാധീനിക്കുന്ന മിക്ക ആഗോള ഘടകങ്ങളും ഇന്ത്യൻ മൺസൂണിന് അനുകൂലമാണ് ഇക്കുറി. ഇന്ത്യൻ സമുദ്ര താപനിലയിലെ ഏറ്റക്കുറച്ചിലായ ഇന്ത്യൻ ഓഷ്യൻ ഈ ദ്വന്ദ്വം, അതായത് ഡൈപോൾ, ഉത്തരാർദ്ധ ഗോളത്തിൽ യൂറോപ്പിനും മീതെയുള്ള മഞ്ഞിന്റെ കനം തുടങ്ങിയവയും ഇന്ത്യൻ മൺസൂണിന് അനുകൂലമായി മാറാറുണ്ട്. 2024 മൺസൂൺ ഇന്ത്യയെ സംബന്ധിച്ച് 8% അധികമായിരുന്നത് സമ്പദ്ഘടനയുടെയും കാർഷിക മേഖലയുടെയും അതുവഴി ആകെ ആഭ്യന്തര ഉത്പാദന സൂചകയായ GDP-യുടെയും മികച്ച പ്രകടനത്തിന് വഴി തുറക്കുന്നതാണ്. ഈ വർഷവും അഖിലേന്ത്യാ വാർഷിക ശരാശരിയായ 87 സെന്റിമീറ്ററോ അതിനു മുകളിലോ മഴ ലഭിക്കുമെന്ന ഉറപ്പാണ് IMD നൽകുന്നത്. ഇത് സമ്പദ്ഘടനയുടെയും കാർഷിക മേഖലയ്ക്കും അനുബന്ധ വ്യവസ്ഥകൾക്കും ശുഭവാർത്തയായി മാറിയിരിക്കുകയാണ്. കടുത്ത ചൂടിൽ വലയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ആശ്വാസത്തിനായി ജൂണിലെ മഴയെ കാത്ത് കഴിയുകയാണ്. സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റും 103% വരെ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ പ്രവചനത്തിൽ പറയുന്നത്. എന്നാൽ സ്വകാര്യ ഏജൻസികളുടെ പ്രവചനം ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രമോ സർക്കാരോ ഔദ്യോഗികമായി സ്വീകരിക്കാറില്ല.
US ഇനി മുതൽ തുക കുറച്ചാൽ ഭാവി ഇന്ത്യൻ നിരീക്ഷണങ്ങളെല്ലാം തന്നെ അതിന് ബാധിച്ചേക്കാം. കാലാവസ്ഥ നിരീക്ഷണ സംവിധാനമായ നാഷണൽ ഔഷനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ധനസഹായം US വെട്ടിക്കുറച്ചാൽ ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള മൺസൂൺ പ്രവചനത്തെ ഭാവിയിൽ ബാധിക്കുമെന്ന് ഡോക്ടർ രവിചന്ദ്രൻ ചോദ്യത്തിന് മറുപടിയായി പറയുന്നുണ്ട്. ഈ വർഷം പ്രതിസന്ധി ഇല്ല എന്നും അദ്ദേഹം പറയുന്നു. ലോകത്തെ 50% വരെ കാലാവസ്ഥ നിരീക്ഷണ വിവരങ്ങൾ കൈമാറുന്നത് US തന്നെയാണ്. എന്തായാലും ഓരോ ദിവസവും മഴ ഇങ്ങനെ ശക്തമായി പെയ്യുമ്പോൾ വളരെ വേദനയോടുകൂടിയും പേടിയോടുകൂടിയും ഒക്കെ തന്നെ നമ്മൾ നോക്കുന്നത്. പ്രധാനമായും ഓരോ ഇടങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ഈ മഴ കാരണം ഉണ്ടാകുന്ന ദുരിതത്തിൻ്റെ വാർത്ത എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ നടവയലിൽ പുഞ്ചക്കുന്ന് ജോബിൻ്റെ ഉടമസ്ഥരുള്ള ഫാമിൻ്റെ മേൽക്കൂര ശക്തമായി കാറ്റിൽ തകർന്ന് വീണ് ഏകദേശം 3500ഓളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്ത വാർത്ത നമ്മൾ കേട്ടതാണ്. ഒപ്പം അതുപോലെ തന്നെയാണ് കോഴിക്കോട് ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് പല ഇടങ്ങളിലും വീടിൻ്റെ മേൽക്കൂര പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ വിവിധ ഇടങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പ്രവചനത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് ഉണ്ടാകുന്നത് തന്നെയാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്.